ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് FC ബാഴ്സലോണ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 2 മത്സരങ്ങളിലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം PSG പരാജയപ്പെട്ടത്. എന്നാൽ അതിനുശേഷം സെവിയ്യയോട് വലിയ ഒരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. 1-നെതിരെ 4 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, പല സുപ്രധാന താരങ്ങളും ഇപ്പോൾ ബാഴ്സലോണ നിരയിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഗോൾ കീപ്പറായ ജോൺ ഗാർഷ്യ ഇല്ല, പരിക്കാണ്. അതുപോലെ തന്നെ ലാമിൻ യമാലും റാഫീഞ്ഞയും ഇല്ല, അത് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഫെർമിൻ ലോപ്പസ് ഇല്ല, ഇതെല്ലാം അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കാണ്. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതിയാണ് FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക. ജിറോണയാണ് എതിരാളികൾ. അതിനു മുന്നേ ആശ്വാസകരമായ വാർത്തയാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് സുപ്രധാന താരങ്ങൾ തിരിച്ചെത്തുകയാണ്. ലാമിൻ യമാൽ, റാഫീഞ്ഞ, ഫെർമിൻ ലോപ്പസ്, ഈ 3 താരങ്ങളും അടുത്ത ജിറോണക്കെതിരെയുള്ള മത്സരത്തിൽ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ജോൺ ഗാർഷ്യ ഒരൽപ്പം കൂടി വൈകും. എന്നിരുന്നാലും എൽ ക്ലാസിക്കോ മത്സരം ആവുമ്പോഴേക്കും ജോൺ ഗാർഷ്യ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കും എന്ന കാര്യം കൂടി സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമാലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്യൂബിക് ഡിസ്കംഫേർട്ട് ആണ്. എന്നാൽ അടുത്ത ജിറോണക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റാഫീഞ്ഞയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തൈ ഇഷ്യൂ ആണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവും ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നതോടുകൂടി ഓക്കെ ആകും. ഇനിയിപ്പോൾ ഫെർമിൻ ലോപ്പസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മൈനർ ഇഷ്യൂ ആണുള്ളത്. അദ്ദേഹവും അടുത്ത മത്സരത്തിന് തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജോൺ ഗാർഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് നീക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹം എൽ ക്ലാസിക്കോക്ക് തയ്യാറാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒക്ടോബർ 26-ാം തീയതിയാണ് റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ കളിക്കുന്നത്. ആ മത്സരത്തിന് ജോൺ ഗാർഷ്യ ഉണ്ടാകും. ഈ വാർത്തകളെല്ലാം ഇപ്പോൾ FC ബാഴ്സലോണയ്ക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.